ലക്ഷദ്വീപിൽ നിന്നൊരു അടിയന്തര മെഡിക്കൽ ഇവാക്വേഷൻ കൊച്ചിയിലേക്ക് നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് അത് നടന്നത്? എന്തായിരുന്നു രോഗകാരണം? എപ്പോഴാണ് അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് എത്തിച്ചത്? ഈ 55 വയസ്സുകാരൻ ഇദ്ദേഹത്തിന് ഇന്നലെ സന്ധ്യ കഴിഞ്ഞാണ് ഈ ഹൃദയാഘാതം അനുഭവപ്പെട്ടത്. അതിനെ തുടർന്നാണ് പെട്ടെന്ന് ഈ മെഡിക്കൽ ഇവാക്വേഷൻ നടത്തിയത്. കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. അടിയന്തരമായി തന്നെ, കാരണം നമുക്കറിയാം ലക്ഷദ്വീപിലെ ഒരു സാഹചര്യത്തിൽ അടിയന്തര വിദഗ്ധ ചികിത്സ ആവശ്യമെങ്കിൽ അവർക്ക് ആശ്രയിക്കേണ്ടത് കൊച്ചിയാണ്. അങ്ങനെ കൊച്ചിയിൽ ചികിത്സ നൽകണം. പക്ഷേ വിദഗ്ധ ചികിത്സ നൽകുന്നതിനായി പലപ്പോഴും ലക്ഷദ്വീപിലെ അഗത്തി ഉൾപ്പെടെയുള്ള ദ്വീപുകളിൽ നിന്ന് ഇവാക്വേഷൻ നടത്താറുള്ളത് നേരത്തെ ഈ ഹെലികോപ്റ്ററുകളിലാണ്, എയർ ആംബുലൻസ് സംവിധാനത്തിലൂടെ ആണ് നടത്താറുള്ളത്. പക്ഷേ അത്രയും സമയം പോരാ, അടിയന്തരമായി തന്നെ കൊച്ചിയിൽ എത്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇദ്ദേഹത്തെ. അതിനുവേണ്ടി കോസ്റ്റ് ഗാർഡിനെ വിവരം അറിയിച്ചപ്പോൾ കോസ്റ്റ് ഗാർഡ് അവരുടെ ഡോണിയർ വിമാനം സജ്ജീകരിച്ചു. MICU സജ്ജീകരിച്ചാണ്, പെട്ടെന്ന് തന്നെ വിമാനത്തിൽ ഒരു മെഡിക്കൽ ICU സജ്ജീകരിച്ചാണ് ഇദ്ദേഹത്തെ കൊച്ചിയിലേക്ക് എത്തിച്ചത്. വളരെ വേഗം തന്നെ കോസ്റ്റ് ഗാർഡ് ഇദ്ദേഹത്തെ ഇവിടെ കൊച്ചിയിൽ എത്തിക്കുകയും ചെയ്തു. നിലവിൽ കൊച്ചിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ നിലവിൽ ഒരു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നടത്തുന്ന ഒരു മാസത്തിനുള്ളിൽ നടത്തുന്ന രണ്ടാമത്തെ ദൗത്യമാണിത്. അതുപോലെ തന്നെ നിരവധി ദൗത്യങ്ങൾ ഈ ഒരു വർഷത്തിനിടെ അഗത്തിയിൽ നിന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് 3 ഇവാക്വേഷനുകൾ പകൽ സമയത്ത് നടത്തിയിട്ടുണ്ട്. ഒപ്പം രാത്രിയിൽ 4 മെഡിവാക്ക് എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. അതായത് മെഡിക്കൽ ഇവാക്വേഷനെ മെഡിവാക്ക് എന്നാണ് ചുരുക്കപ്പേരിൽ വിളിക്കുന്നത്. ആ മെഡിവാക്ക് നടത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ 4ാമത്തെ മെഡിവാക്കാണ് ഇന്നലെ രാത്രിയിൽ നടന്നിട്ടുള്ളത്. എന്തായാലും ഈ നടപടി മെഡിക്കൽ ഇവാക്വേഷൻ വിജയകരമാണ്. രോഗിയെ വളരെ വേഗം തന്നെ കൊച്ചിയിൽ എത്തിക്കാൻ സാധിച്ചു. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും, കാരണം ഈ കാലാവസ്ഥ നോക്കണം, കടലിന് മുകളിലൂടെ യാത്രയാണ്. അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ്, രാത്രിയിലെ വെല്ലുവിളികൾ കൂടി, കാലാവസ്ഥയുടെ വെല്ലുവിളികൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഹെലികോപ്റ്ററിന് പകരം വളരെ പെട്ടെന്ന് തന്നെ, കാരണം ചുരുങ്ങിയ സമയം കൂടി ഉപയോഗിക്കാം എന്ന് കൂടി കണക്കിലെടുത്താണ് ഡോണിയർ വിമാനത്തിൽ ഈ ഇവാക്വേഷൻ നടത്തിയത്. മനോ.